ക്രിസ്തുയേശു ദൈവസൂനു പരിത്രാണക നമോ. ക്രിസ്തുയേശു ദൈവസൂനു പരിത്രാണക നമോ. ഇന്നത്തെ ചോദ്യങ്ങൾക്ക് ക്രൈസ്തവ ഉത്തരങ്ങൾ. ചോദ്യം 19. വിവാഹ ധാർമ്മികതയ്ക്ക് മാറ്റം വരില്ലേ? ചോദ്യം: ചാതുർവർണ്ണ്യവും അയിത്തവും തീർത്ഥാടനങ്ങളുമൊക്കെ പോലെ വിവാഹത്തെയും ഒരു പാരമ്പര്യ പൈതൃകം എന്ന നിലയിൽ കണ്ടാൽ പോരെ? ഒരു ശാശ്വത ബന്ധനമായി അതിനെ മാറ്റേണ്ട ആവശ്യമുണ്ടോ? സൽമാൻ റുഷ്ദി 5ാമത്തെ ഭാര്യയെ വരിച്ച അവസരത്തിൽ അദ്ദേഹം അതല്ലേ പറഞ്ഞത്? വിവാഹം ഒരു ഉടമ്പടി എന്ന് വിചാരിക്കുക. അതിലപ്പുറം ശാശ്വതമായ ഒരു നിയമവ്യവസ്ഥയുടെ ആവശ്യം എന്ത്? അതിൽ ബന്ധപ്പെട്ട ഓരോരുത്തർക്കും അത് വിട്ടുകൊടുക്കുകയല്ലേ വേണ്ടത്? ഉത്തരം: 1. ഇതിഹാസങ്ങളുടെ നിതാന്ത പ്രമേയം. അതിസങ്കീർണമായ ഈ പ്രശ്നത്തിന് സിമ്പിളായ ഒരു ഉത്തരം നൽകാനാവില്ല. എങ്കിലും ഏറ്റവും സങ്കീർണമായ പ്രശ്നങ്ങളുടെയും അടിയിൽ ലളിതമായ 1-2 തത്വങ്ങൾ അന്തർലീനമായുണ്ട്. പ്രീശന്മാർക്ക് ഈശോ നൽകിയ ഉത്തരമാണ് ആദ്യത്തെ തത്വം. ആദിയിൽ ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. പുരുഷൻ തൻ്റെ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കണം. ഇനി അവർ 2 അല്ല 1 ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. 2ാമത്തെ തത്വം സെന്റ് പോൾ നൽകിയ ഉപദേശം: ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുക. ഭർത്താക്കന്മാരെ, നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കുക. ക്രിസ്തു തൻ്റെ സഭയെ സ്നേഹിക്കുകയും അവൾക്കു വേണ്ടി സ്വയം അർപ്പിക്കുകയും ചെയ്ത പോലെ. വിവാഹത്തിൻ്റെ തത്വശാസ്ത്രം ഈ 2 വാക്യങ്ങളിൽ സംഗ്രഹിക്കാം. സ്ത്രീ പുരുഷ ബന്ധം മനുഷ്യജീവിതത്തിലെയും ചരിത്രത്തിലെയും ഏറ്റവും ഭാവതരളിതവും തത്സമയം അനീതി നിറഞ്ഞതും കണ്ണീരിൽ കുതിർന്നതുമായ ഇതിഹാസമാണ്. ആനന്ദത്തിൻ്റെ മൂർച്ചയും വേദനയുടെ നെരിപ്പോടും ഇവിടെ കൈകോർത്തു നിൽക്കുന്നു. പറഞ്ഞാൽ തീരാത്ത കഥകൾ തത്സംബന്ധമായി ലോകസാഹിത്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. മാറി മാറി വരുന്ന സംസ്കാരങ്ങളും ഒട്ടേറെ ആചാരങ്ങളും വിലക്കുകളും സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ നെയ്തു ചേർത്തിട്ടുണ്ട്. പക്ഷേ അവ ഇന്നത്തെ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ പ്രായേണ ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. 2. കുടുംബം എന്ന ഷോക്ക് അബ്സോർബർ. 40 കൊല്ലം മുമ്പ് ആൽവിൻ ടോഫ്ലർ എഴുതിയ ദ ഫ്യൂച്ചർ ഷോക്ക് എന്ന പ്രസിദ്ധ ഗ്രന്ഥം 21ാം നൂറ്റാണ്ടിലെ കുടുംബത്തെ പറ്റി പ്രവചിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരു പരിധിവരെ ഇന്ന് യാഥാർത്ഥ്യമായി കഴിഞ്ഞു. നാട് ചുറ്റുന്ന എക്സിക്യൂട്ടീവ്സിന് ചെല്ലുന്നയിടത്തെല്ലാം ഒരു ഭാര്യയെയും ഒരുക്കി നിർത്തുന്ന കമ്പനികളെ കുറിച്ച് അതിൽ പരാമർശമുണ്ട്. കുടുംബം എന്ന സ്ഥാപനത്തെയാണ് വരാനിരിക്കുന്ന ഷോക്ക് ഏറ്റവും അധികം ഉലയ്ക്കാൻ പോകുന്നതെന്ന് അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ട്. അതേസമയം ഫ്യൂച്ചർ ഷോക്കിന്റെ ഏറ്റവും ശക്തമായ ഷോക്ക് അബ്സോർബർ കുടുംബം തന്നെയാണെന്ന് ഗ്രന്ഥകാരൻ സൂചിപ്പിക്കുന്നതും ശ്രദ്ധേയമാണ്. ഈ വസ്തുതകളുടെ പശ്ചാത്തലത്തിലാണ് നാം മേൽപ്പറഞ്ഞ ചോദ്യം ചോദിക്കുക. ക്രൈസ്തവ സഭ വിവാഹ വിഷയത്തിൽ എടുക്കുന്ന കർശന നിലപാടുകൾക്ക് എന്തടിസ്ഥാനമാണുള്ളത്? വിവാഹമോചനം, ഗർഭനിരോധം, ഭ്രൂണഹത്യ, വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ മാനുഷികമായ ഒരു സമീപനമെടുക്കുവാൻ സഭ നിരസിക്കുന്നത് എന്തുകൊണ്ട്? സന്തോഷക്കൊല്ലികളായ സഭാ നിയമങ്ങളും വിലക്കുകളും കൊണ്ട് മനുഷ്യരെ വീർപ്പുമുട്ടിക്കുന്നത് എന്തിനാണ്? ജീവിതം ആസ്വദിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഫാമിലി പ്ലാനിങ്ങിന് വേണ്ടി കൃത്രിമ മാർഗങ്ങൾ അരുത് എന്ന് സഭ പറയുമ്പോൾ സ്വാഭാവിക മാർഗങ്ങളെന്ന് സഭ നിർദ്ദേശിക്കുന്നവ തീർത്തും അസ്വാഭാവികമായിട്ടാണ് സാമാന്യക്കാർ വിലയിരുത്തുന്നതത്രേ. മനുഷ്യരുടെ
ഇത്തരം വ്യക്തിപരമായ കാര്യങ്ങളിൽ സഭ ഇത്രയേറെ ഇടപെടുന്നത് എന്തുകൊണ്ടാണെന്ന് പലരും ചോദിക്കുന്നു. മറ്റു പലരും സഭയുടെ നിലപാടുകളെ അപഹാസ്യമായി കാണുന്നു. 3. ചിന്താക്കുഴപ്പം, ഏറ്റവും വലിയ കുഴപ്പം. ഇതിൻ്റെയൊക്കെ കാരണം മനുഷ്യൻ വിവാഹം, കുടുംബം എന്നിങ്ങനെയുള്ള കാര്യങ്ങളോടുള്ള അടിസ്ഥാന സമീപനത്തിലുള്ള പാകപ്പിഴയും ചിന്താക്കുഴപ്പവുമാണ്. ജീവന്റെ സൃഷ്ടിയും മനുഷ്യന്റെ പൂർണ്ണ രൂപീകരണവും ദൈവികമായ രഹസ്യമാണെന്നുള്ള കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ദയനീയാവസ്ഥ. ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യ ശിശുവിന് ജന്മം കൊടുക്കുന്ന മഹാകൃത്യത്തിന് ഈ പ്രപഞ്ചം മുഴുവനേക്കാൾ മഹത്വമുണ്ട്. ആ സ്നേഹകൃത്യത്തെ സുഖാസ്വാദനത്തിൻ്റെ ഒരു മാർഗമായി മാത്രം തരം താഴ്ത്തുന്നത് നീചമാണെന്നാണ് സഭയുടെ കാഴ്ചപ്പാട്. അതുതന്നെയാണ് മനുഷ്യവംശം എന്നും താലോലിച്ചിട്ടുള്ള ചിന്താസരണി. വെറും ശാരീരികാരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പോലും എത്രയോ നിസ്സാരമെന്ന് തോന്നാവുന്ന ഒരു ബാക്ടീരിയ അഥവാ വൈറസ് ഒരാളുടെ മരണകാരണമാകുന്നില്ലേ? എത്രയോ നിസ്സാരമെന്ന് തോന്നുന്ന ഒരു പച്ചില മരണാസനനെ സുഖമാക്കുന്നില്ലേ? അങ്ങനെയെങ്കിൽ അതിവിശുദ്ധമായ ദൈവിക സംവിധാനത്തിൽ വിഷം കലർത്തുന്ന ലക്ഷ്യഭ്രംശത്തിൻ്റെ ഗൗരവം വലുതല്ലേ? അത് ദർശിക്കാനുള്ള കാഴ്ച നഷ്ടപ്പെടുന്ന വിധത്തിൽ ആധുനിക സംസ്കാരം ലൈംഗികതയിൽ മൂക്കറ്റം മുങ്ങിയിരിക്കുന്നു. അങ്ങനെ മനസ്സാക്ഷി മരവിച്ചിരിക്കുന്നു എന്നതാണ് വാസ്തവം. ഈ പറഞ്ഞ തത്വം അല്പം വിശദീകരിക്കട്ടെ. മുൻ ഉദ്ധരിച്ച സുവിശേഷ വാക്യങ്ങളിൽ രണ്ടു മനുഷ്യർ തമ്മിൽ ഏർപ്പെടുന്ന ഒരു ബന്ധത്തെ ഈശോ വിശേഷിപ്പിച്ചത് ദൈവം യോജിപ്പിച്ചത് എന്നാണ്. അതായത് രണ്ടുപേർ സ്വതന്ത്രമായി എടുക്കുന്ന ആ തീരുമാനത്തിന് ദൈവികമായ ഒരു മാനമുണ്ട്. ആദിയിൽ ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം സൃഷ്ടി രഹസ്യത്തിൽ സ്ത്രീ പുരുഷ ബന്ധത്തിന് വികാരപൂർണമെന്നതിനപ്പുറത്ത് ഒരു അസ്തിത്വമുണ്ട് എന്നല്ലേ? ആ കാഴ്ചപ്പാട് എല്ലാ കാലത്തും എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രകൃതിയിൽ നിക്ഷിപ്തമായ ആ ലക്ഷ്യത്തെ നിഷ്ഫലമാക്കുമാറ് വെറും ലൈംഗിക സുഖലബ്ധിക്ക് വേണ്ടി വ്യഭിചരിപ്പിച്ചാൽ അത് പാപമാണെന്നാണ് എല്ലാ കാലത്തും മനുഷ്യൻ തൻ്റെ മനസാക്ഷിയിൽ ദർശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിവാഹത്തിൻ്റെ ഭാഗമായിട്ടല്ലാത്തതോ ആ പ്രഥമ ലക്ഷ്യത്തെ വ്യഭിചരിച്ചു കൊണ്ടുള്ളതോ ആയ ഏത് ലൈംഗിക ബന്ധവും ദൈവിക സംവിധാനത്തിന് വിരുദ്ധവും പാപകരവുമാണെന്നാണ് മനുഷ്യ മനസാക്ഷി എന്നും കരുതിയിട്ടുള്ളത്. ദുഷിച്ച മനസ്സോടെ സ്ത്രീയെ നോക്കുന്നവൻ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു എന്ന ഈശോയുടെ വാക്കുകൾ ഓർക്കുക. വിവാഹം, കുടുംബം എന്നിവയുടെ മഹത്വം ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഈശോയുടെ മനുഷ്യാവതാര രഹസ്യം വിളിച്ചോതുന്നു. വിലപ്പെട്ടതെന്തിനും വില കൊടുക്കണം. വിവാഹ ജീവിതത്തിൻ്റെ മാധുര്യവും മഹത്വവും അനുഭവിക്കണമെങ്കിൽ അതിനുള്ള വില കൊടുക്കണം. സഭയുടെ നിലപാട് കർശനമായി തോന്നാൻ കാരണമതാണ്. വിവാഹവും ലൈംഗികതയും കുടുംബവും ഇന്നു എവിടെ നിൽക്കുന്നുവെന്ന് ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ കാണാം. ഇക്കാര്യത്തിൽ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഉപകാരിയാണ് സഭ എന്നതാണ് വാസ്തവം. മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ എത്ര വലിയ മാറ്റങ്ങളാണ് ഇതിനകം വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വിവാഹത്തിൻ്റെ മൂല്യങ്ങൾ തകർന്നാൽ അഥവാ ധാർമ്മിക അടിസ്ഥാനം തകർന്നു പോയാൽ എല്ലാം തകർന്നു പോകുമെന്ന് പറയാതിരിക്കാൻ വയ്യ. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ താഴെ കൊടുത്തിരിക്കുന്ന ഇക്തോസ് ബുക്സിൽ നിന്നും മറ്റ് എപ്പിസോഡുകളിൽ നിന്നുമുള്ള 4 വായനകളിൽ ചില ഭാഗങ്ങൾ. ഒന്നാം വായന ക്രിസ്തുമാർഗം അധ്യായം 22 നിന്ന്. ധാർമ്മികതയുടെ മാനദണ്ഡം. മനസാക്ഷിയുടെ സ്വരം എന്ന് വെച്ചാൽ എന്താണ്?
തലച്ചോറിൻ്റെ ഉള്ളിലിരുന്ന് ഇതു ശരി അതു തെറ്റ് എന്ന് ചിലയ്ക്കുന്ന ഒരു പക്ഷിയൊന്നുമല്ല അത്. സുബുദ്ധിയുടെ ശാസനയാണ്. സുബുദ്ധി നൽകുന്ന അനുനൈമിഷിക വ്യക്തിഗത ശാസനയെയാണ് നാം മനസാക്ഷിയുടെ സ്വരമെന്ന് പറയുന്നത്. മനുഷ്യന് ബുദ്ധിയുണ്ടെന്നതാണല്ലോ മനുഷ്യനെ മൃഗത്തിൽ നിന്ന് വേർതിരിക്കുന്നത്. പക്ഷേ ആ ബുദ്ധിയെ നന്മയ്ക്കായും തിന്മയ്ക്കായും ഉപയോഗിക്കാം. കാരണം മനുഷ്യന് ബുദ്ധി മാത്രമല്ല സ്വതന്ത്ര മനസ്സുമുണ്ട്. ബുദ്ധിയെ നന്മയ്ക്കായി വിനിയോഗിക്കുമ്പോൾ അത് സുബുദ്ധിയാകും, തിന്മയ്ക്കായി വിനിയോഗിക്കുമ്പോൾ അത് കുബുദ്ധിയാകും. അതുകൊണ്ടാണ് സുബുദ്ധിയുടെ ശാസനം എന്ന് മനസാക്ഷിയെ നാം നിർവചിച്ചത്. അത് സാമാന്യ ശാസനവും വ്യക്തിഗത ശാസനവുമാകാം. സാമാന്യ ശാസനം എന്ന് വെച്ചാൽ ഒരു പൊതു നിയമരൂപത്തിലുള്ള ശാസനം. ഉദാഹരണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം. വ്യക്തിഗതമെന്ന് പറയുന്നതാണ് ക്ലിപ്തമായ അർത്ഥത്തിൽ മനസാക്ഷി എന്ന് പറയുക. ഈ അവസരത്തിൽ ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നത് എൻ്റെ അപ്പനോടുള്ള അപരാധമാണ്. സുബുദ്ധി എന്നാൽ പ്രകൃതിയെ സംബന്ധിച്ച ദൈവിക സംവിധാനത്തെ ഉൾക്കണ്ണുകൊണ്ട് കാണാനുള്ള ബുദ്ധിയുടെ വെളിച്ചമാണ്. പ്രകൃതിയുടെ ആത്യന്തിക സംവിധാനം അഥവാ ലക്ഷ്യയുക്തതയാണ് ആ സംവിധാനത്തിൻ്റെ സത്യാവസ്ഥ. അതിൻ്റെ ഭൗതിക ഘടനയെക്കുറിച്ചുള്ള ശാസ്ത്രീയ കാഴ്ചപ്പാടുകൾക്കുമപ്പുറത്ത് അതിൻ്റെ ആത്യന്തിക ലക്ഷ്യയുക്തത കാണുവാൻ ഭൗതിക ശാസ്ത്രീയ അറിവല്ല ആവശ്യം. സമഗ്രത ദർശിക്കുന്ന ജ്ഞാനബുദ്ധിയുടെ വെളിച്ചമാണ് വേണ്ടത്. അതിൽ സൃഷ്ടാവിൻ്റെ പാദമുദ്രകൾ കാണുവാനുള്ള കഴിവിനെയാണ് നാം സുബുദ്ധി എന്ന് വിളിക്കുന്നത്. ഓരോ മനുഷ്യൻ്റെയും ബുദ്ധി വികസിക്കുന്നതോടൊപ്പം ഈ ഉൾക്കാഴ്ചയും നമ്മിൽ വളരുന്നു. അതുകൊണ്ട് നാം പറയുന്നു, ബുദ്ധി വികസിക്കുന്നതോടൊപ്പമാണ് ഉത്തരവാദിത്വവും വർദ്ധിക്കുന്നതെന്ന്. 2 വയസ്സുള്ള ഒരു കുട്ടിക്ക് അതിൻ്റെ പ്രവൃത്തികൾക്ക് നാം കൽപ്പിക്കുന്ന ഉത്തരവാദിത്വമല്ല 12 വയസ്സുള്ള ഒരു കുട്ടിക്കും 30 വയസ്സായ ഒരാൾക്കും നാം കൽപ്പിക്കുന്ന ഉത്തരവാദിത്വം. അവരുടെ ബുദ്ധി വികാസത്തിനൊപ്പം ഉത്തരവാദിത്വവും വളരുന്നു. ചുരുക്കത്തിൽ തെറ്റും ശരിയും തിരിച്ചറിയാൻ സഹായകരമായ 100 സാഹചര്യങ്ങളുണ്ടെങ്കിലും ആത്യന്തികമായി അത് നിർണയിക്കുന്നത് സുബുദ്ധിയുടെ ശാസനമാണ്. അതിലും സുവിദിതമായ സ്വയം തെളിവായ മറ്റൊരു അറിവും നമുക്കില്ലാത്തതുകൊണ്ട് കൂടുതൽ അറിയപ്പെട്ട മറ്റൊരു വസ്തുതയുടെ നിഗമനമായി ഈ അറിവ് നമുക്ക് ലഭിക്കുകയില്ല. നന്മ ചെയ്യണം, തിന്മ ചെയ്യരുത് എന്നതിനേക്കാൾ പ്രാഥമികമായ മറ്റൊരു അറിവ് ഇല്ല തന്നെ. കാരണം നന്മ എന്ന് വെച്ചാൽ ചെയ്യേണ്ടത് എന്ന് സുവിദിതമാണ്, തിന്മ എന്ന് വെച്ചാൽ ചെയ്യരുതാത്തത് എന്നും സുവിദിതം. തൽസംബന്ധമായി CCC/C പറയുന്നു, വ്യക്തിയുടെ ഹൃദയത്തിൽ സന്നിഹിതമായിരിക്കുന്ന ധാർമ്മിക മനസാക്ഷി യുക്തിയുടെ ഒരു വിധി തീർപ്പാണ്. തക്ക സമയത്ത് നന്മ ചെയ്യാനും തിന്മ ഉപേക്ഷിക്കാനും അത് അവനോട് നിർദ്ദേശിക്കുന്നു. മനുഷ്യ വ്യക്തി ചെയ്യേണ്ടതോ ചെയ്തതോ ആയ ഒരു പ്രവൃത്തിയുടെ ധാർമ്മിക ഗുണം ധാർമ്മിക മനസാക്ഷി വഴിയാണ് മനസ്സിലാകുന്നത്. ആ പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ അത് അവനെ അനുവദിക്കുകയും ചെയ്യുന്നു. വിവേകിയായ വ്യക്തിക്ക് ധാർമ്മിക മനസാക്ഷിയെ ശ്രദ്ധിക്കുന്ന പക്ഷം തന്നോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ സ്വരം കേൾക്കാം. ഇവയിൽ നിന്നെല്ലാം ആരംഭത്തിൽ സ്വീകരിച്ച പ്രസ്താവനയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. മനസാക്ഷിയുടെ സ്വരം ദൈവസ്വരമാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. സീനായ് മലയിൽ വെച്ച് ഇടിമിന്നലുകളുടെ അകമ്പടിയോടുകൂടി കൽപ്പലകകളിൽ എഴുതിയ കൽപ്പനകൾ ദൈവം മോശയ്ക്ക് നൽകുന്നതിന് മുമ്പ് തന്നെ ആ പ്രമാണങ്ങൾ മനുഷ്യ ഹൃദയ ഭിത്തികളിൽ ദൈവം എഴുതി വച്ചിട്ടുണ്ട്. പക്ഷേ യുഗങ്ങളുടെ ഒരു പ്രക്രിയയിലൂടെയാണ് അത് മനുഷ്യ സംസ്കാരത്തിൻ്റെ ഭാഗമായി തീർന്നിട്ടുള്ളത്. മതപ്രബോധനങ്ങൾ, നിയമപുസ്തകങ്ങൾ, ഭരണഘടനകൾ, പാഠപുസ്തകങ്ങൾ, പുരാണകൃതികൾ, ശിലാശാസനങ്ങൾ, നോവലുകൾ തുടങ്ങി നഴ്സറി പാട്ടുകൾ വരെ എല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മനസാക്ഷിയുടെ
ശാസനങ്ങളും ദൈവത്തിൻ്റെ ശബ്ദവുമായി മനുഷ്യ സമൂഹത്തെ നയിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സൃഷ്ടപ്രപഞ്ചത്തിൽ ദൈവത്തിൻ്റെ പാദമുദ്രകൾ കാണാമെന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ്. മനസാക്ഷിയുടെ സ്വരത്തിൽ ദൈവശബ്ദം കേൾക്കാമെന്ന് പറയുന്നത് തീർത്തും ശരിയാണ്. നമുക്ക് മുകളിൽ നിരുപാധികമായ അധികാരത്തോടെ സംസാരിക്കുന്ന ആ സ്വരം വിളിച്ചു പറയുന്നു, ഇതാ നന്മയുടെ വഴി, നന്മയുടെ പൂർണ്ണതയിലേക്ക് ഈ വഴിയെ പോകുക. മറ്റേത് തിന്മയുടെ വഴി, അത് നാശത്തിലേക്ക് നയിക്കും. നിശ്വാസം പോലെ ലോലമാണെങ്കിലും കൊടുങ്കാറ്റ് പോലെ ഗർജിക്കുന്നു ആ ശബ്ദം. CCC/C പറയുന്നു, സത്യസന്ധവും ശരിയുമായ ധാർമ്മിക മനസാക്ഷി രൂപീകരണം, വിദ്യാഭ്യാസം, ദൈവവചനത്തിൻ്റെയും സഭാപ്രബോധനങ്ങളുടെയും സ്വാംശീകരണം എന്നിവ വഴി നടക്കുന്നു. വിജ്ഞാനികളുടെ ഉപദേശങ്ങൾ ഇതിനെ സഹായിക്കുകയും ചെയ്യുന്നു. ഒരുവന്റെ ധാർമ്മിക പരിശീലനത്തെ പ്രാർത്ഥനയും ആത്മപരിശോധനയും വലിയ തോതിൽ സഹായിക്കുകയും ചെയ്യും. ക്രിസ്തുയേശു ദൈവസൂനു പരിത്രാണക നമോ. ക്രിസ്തുയേശു ദൈവസൂനു. രണ്ടാം വായന ക്രിസ്തുമാർഗം അധ്യായം 10 നിന്ന്. ദൈവത്തിൻ്റെ പാതയിൽ ചരിക്കുക. ദൈവത്തെക്കുറിച്ചും അവിടുത്തെ പദ്ധതിയെക്കുറിച്ചും അറിയുമ്പോഴാണ് നമ്മെക്കുറിച്ചും നമുക്ക് അറിവ് ലഭിക്കുക. നമ്മെക്കുറിച്ച് അറിയുമ്പോഴാണ് നമ്മുടെ ലക്ഷ്യം എന്താണെന്നും അത് പ്രാപിക്കാൻ നാം എന്തു ചെയ്യണമെന്നുമുള്ള അവബോധം നമുക്കുണ്ടാവുക. ദൈവത്തെ നാം നേരിട്ട് കാണുന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ കാൽപ്പാടുകൾ സൃഷ്ടിലോകത്തിലും നമ്മുടെ തന്നെ അന്തരംഗത്തിലും നമുക്ക് കാണാനാവും എന്നാണ് ക്രൈസ്തവ നിലപാട്. തത്സംബന്ധമായി CCC പറയുന്നു, ലോകത്തിൻ്റെയും മനുഷ്യൻ്റെയും സൃഷ്ടിയിൽ കൂടി ദൈവം തൻ്റെ ജ്ഞാനത്തിൻ്റെയും സർവശക്ത സ്നേഹത്തിൻ്റെയും പ്രഥമവും സാർവത്രികവുമായ സാക്ഷ്യം നൽകിയിരിക്കുന്നു. ക്രിസ്തുവിലുള്ള പുതിയ സൃഷ്ടിയെ ലക്ഷ്യമാക്കിയുള്ള ദൈവത്തിൻ്റെ കൃപാകര പദ്ധതിയുടെ പ്രഥമ പ്രഘോഷണമാണിത്. CCC 315, CCC/C 51. സൃഷ്ടിയുടെ പ്രവർത്തനങ്ങളിൽ കൂടിയും ദൈവിക പരിപാലന പ്രവർത്തിക്കുന്നു. ദൈവിക പദ്ധതിയോടു സ്വതന്ത്രമായി സഹകരിക്കുവാനുള്ള കഴിവ് മനുഷ്യർക്ക് ദൈവം നൽകുന്നു. CCC 323, CCC/C 56. മുൻ 9-ാം അധ്യായത്തിൽ പ്രസ്താവിച്ച വിശ്വാസ കാഴ്ചപ്പാടിൻ്റെ ഫലങ്ങളാണ് CCC ഈ ഖണ്ഡികകളിൽ പ്രസ്താവിക്കുന്നത്. ജീവിതത്തെ ദൈവത്തിൽ കേന്ദ്രീകരിച്ച ഒരു ജീവിത ശൈലിയായിരിക്കും അത്. അതിൻ്റെ 3 പ്രധാനപ്പെട്ട വശങ്ങൾ ഇവയാണ്. 1. പ്രപഞ്ചത്തെയും അതിലെ ഓരോ പ്രതിഭാസങ്ങളെയും ദൈവത്തിൻ്റെ മഹത്വവും മനോഹാരിതയും നന്മയും പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയായി കാണുക. അത് മനുഷ്യനിൽ ഉളവാക്കുന്ന ആത്മീയ പ്രഹർഷം അവാച്യമാണ്. 2. ദൈവം അന്യനോ നിർഗുണനോ അപ്രാപ്യനോ ആയ വിദൂര യാഥാർത്ഥ്യമായിട്ടല്ല, പരിചിതനും അവാച്യവാനും നമ്മെക്കുറിച്ച് കരുതലുള്ളവനുമായ പിതാവായി അനുഭവപ്പെടുന്നു. നമ്മുടെ ജീവിത സംഭവങ്ങളെ ദൈവനിയോഗങ്ങളായി കാണുവാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഗുണമേന്മ എത്രയോ ഉയർത്താനിടയുണ്ട്. 3. പ്രപഞ്ച ലക്ഷ്യപ്രാപ്തിയിൽ ഓരോ മനുഷ്യനും അവൻ്റെ പങ്ക് വഹിക്കാനുണ്ടെന്ന് നാം ധരിക്കണം. പ്രകൃത്യനുസൃതമായി സുബുദ്ധിയുടെ ശാസനകൾക്കനുസരിച്ച് മനുഷ്യൻ പ്രവർത്തിക്കുമ്പോഴാണ്, അതായത് ധാർമ്മികത പാലിക്കുന്നത് വഴിയാണ് മനുഷ്യൻ അവൻ്റെയും സൃഷ്ടപ്രപഞ്ചത്തിൻ്റെയും സാക്ഷാത്കാരം സാധിക്കുന്നതെന്നും മനസ്സിലാക്കുമ്പോൾ വിശ്വാസി ഭാഗ്യവാനാകാൻ മറ്റെന്തു വേണം?
എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല, അവനിൽ ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. അവൻ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് പ്രവേശിക്കും. യോഹന്നാൻ 2:46. ദൈവം ആരാണ്, എന്താണ്, ദൈവം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ യുഗയുഗാന്തരങ്ങളായി മനുഷ്യൻ ചോദിക്കാൻ തുടങ്ങിയിട്ട് ഈ ചോദ്യങ്ങളുടെയെല്ലാം പുറകിൽ ദൈവമെന്ന ഒരു സങ്കല്പം അന്തർലീനമായിട്ടുണ്ട്. ആ സങ്കല്പത്തെ ആസ്പദമാക്കിയാണ് ഉണ്ടെന്നോ ഇല്ലെന്നോ പറയുന്നത്. ആ സങ്കല്പങ്ങൾ തന്നെ ചരിത്രത്തിൽ 100 രൂപഭാവങ്ങൾ പ്രാപിച്ചിട്ടുണ്ട്. ഒരു ദൈവത്തിൻ്റെ 100,000 പ്രത്യക്ഷങ്ങളെ വിവിധ മതങ്ങൾ സങ്കല്പിച്ചിട്ടുണ്ട്. തത്സംബന്ധമായ താത്വിക പ്രബന്ധങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും വേദങ്ങളും വിശുദ്ധ ഗ്രന്ഥങ്ങളും കഥകളും ഐതിഹ്യങ്ങളും ലോകസാഹിത്യങ്ങളിൽ നിറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ചോദ്യമുയരുന്നത്, ദൈവത്തെക്കുറിച്ച് നമുക്ക് എന്ത് അറിയാനാവും എന്ന്. അതിനുള്ള ഹ്രസ്വമായ ഉത്തരമാണ് ഈ ഭാഗത്തിൽ നാം നൽകിയത്. നമ്മുടെ ബുദ്ധിയും യുക്തിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ചരിത്രത്തിൽ അരുളിയ വെളിപാടിലൂടെ നമുക്ക് ലഭിച്ച അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ദൈവത്തെ യഥാതഥം മനസ്സിലാക്കുവാനും സ്നേഹിക്കുവാനും നമുക്ക് ഭാഗ്യം ലഭിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചും അത് പ്രാപിക്കാനുള്ള വഴിയെക്കുറിച്ചും സുരക്ഷിതമായ അറിവുകൾ ലഭിച്ചിട്ടുള്ളത്. ഞാൻ വഴിയും സത്യവും ജീവനുമാണെന്ന് പറയുവാൻ ഈശോയ്ക്ക് സാധിച്ചത് താൻ ആരാണെന്ന ബോധ്യത്തിൽ നിന്നാണ്. ആരും ദൈവത്തെ കണ്ടിട്ടില്ല. തൻ്റെ ഏകജാതൻ പിതാവിൻ്റെ മടിയിൽ വസിക്കുന്നവൻ ഇക്കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന യോഹന്നാന്റെ പ്രസ്താവന ഇതാണ് അർത്ഥമാക്കുന്നത്. യോഹന്നാൻ 1:18. ക്രിസ്തുയേശു ദൈവസൂനു പരിത്രാണക നമോ. ക്രിസ്തുയേശു ദൈവസൂനു പരിത്രാണക നമോ. മൂന്നാം വായന ഹിന്ദു ക്രിസ്ത്യൻ ഡയലോഗ് അധ്യായം 11 നിന്ന്. ലഘുലേഖ. ധാർമ്മികത, തത്വവും പ്രയോഗവും. മനുഷ്യൻ അവൻ്റെ ജീവിത പൂർണ്ണത പ്രാപിക്കുന്നത് തൻ്റെ ജീവിതാവസ്ഥയ്ക്ക് ചേർന്ന ധാർമ്മികത പാലിക്കുന്നതിലൂടെയാണ്. തൻ്റെ ഓരോ പ്രവൃത്തിയും പ്രകൃത്യാനുസൃതമാണോ അല്ലയോ എന്ന് വിവേചിച്ചറിയുന്ന സുബുദ്ധിയുടെ തിരിച്ചറിവാണ് ആത്യന്തികമായി ധാർമ്മികതയുടെ മാനദണ്ഡം. ധർമ്മം ദൈവാധിഷ്ഠിതവും എല്ലാ ദൈവമാനുഷിക നിയമങ്ങളുടെയും ഉറവിടവുമാണ്. എന്താണ് ധർമ്മം? ധർമ്മരോഷം ആളിക്കത്തി നാട് ചാമ്പലാകുമോ എന്ന് ഭയപ്പെടത്തക്കവണ്ണം തീപാറുന്ന പ്രസംഗങ്ങളും പൊള്ളുന്ന ചുവരെഴുത്തുകളും നാം ഇന്ന് നമുക്ക് ചുറ്റും കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. അഴിമതിക്കെതിരായി, വർഗീയതക്കെതിരായി, സ്ത്രീ പീഡനത്തിനും കള്ളക്കടത്തിനും കൈക്കൂലിക്കും തൊഴിലാളി മർദ്ദനത്തിനും ബലാത്സംഗത്തിനും എതിരായി ധർമ്മരോഷം കൊണ്ട് വാചാലരാകാത്തവർക്ക് ഇന്ന് നേതാക്കളാവാൻ പറ്റില്ല. മനുഷ്യക്കോട്ടയും അയോധ്യയിൽ സ്നേഹമതിലും മാനവ മൈത്രി സന്ധിയും ഹർത്താലുകളും ബന്ധുക്കളും ധാർമ്മികാവേശത്തിന്റെ നിലവിളികൾ എന്ന ഭാവേനയാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പലപ്പോഴും ധർമ്മരോഷത്തിന്റെ മറവിൽ കാപട്യം ഒളിക്കാൻ ശ്രമിക്കുന്നത് കണ്ണുള്ളവർക്കൊക്കെ കാണാം, ആരവത്തിന്റെ പുറകിലും ചെവിയുള്ളവർക്ക് കേൾക്കാം. എന്നാൽ എന്താണ് ഈ ധർമ്മരോഷത്തിന്റെ അടിസ്ഥാനമെന്ന് അവരോട് ചോദിച്ചാൽ പാർട്ടിയും ഗ്രൂപ്പും അനുസരിച്ച് വ്യത്യസ്തമായ മറുപടികളാണ് ലഭിക്കുക. ധർമ്മം എന്ന വാക്കിനെ കുറിച്ച് തന്നെ ഭാഷാശാസ്ത്രപരമായി വളരെയേറെ വ്യവഹരിക്കാനുണ്ടാവും. ധർമ്മമെന്ന ആശയത്തിലേക്ക് അതിൽ നിന്ന് കുറേയെല്ലാം വെളിച്ചം ലഭിക്കുകയും ചെയ്യും. പക്ഷേ ഭാഷാപരമായ വാക്കിൻ്റെ രൂപം ആശയത്തിൻ്റെ
പുറന്തോട് മാത്രമാണ്. ധർമ്മം ശരണം ഗച്ഛാമി ബുദ്ധസംഘത്തിൽ ചേരുന്ന സന്യാസാർത്ഥി തൻ്റെ ജീവിത ലക്ഷ്യത്തെ സംഗ്രഹിച്ച് അതാണ് പറയുക. അവിടെ ധർമ്മം എന്ന വാക്കിന് ലഭിക്കുന്ന അർത്ഥപൂർണതയൊന്നു വേറെ. ധർമ്മക്കാർക്ക് പ്രവേശനമില്ല എന്ന് വീട്ടുപടിക്കൽ എഴുതി വയ്ക്കുന്ന ഗൃഹസ്ഥൻ ധർമ്മമെന്ന ക്രിസ്തുയേശു ദൈവസൂനു പരിത്രാണക നമോ. ക്രിസ്തുയേശു ദൈവസൂനു പരിത്രാണക നമോ. വാക്കിന് നൽകുന്ന ശുഷ്കമായ അർത്ഥം വേറെ. പക്ഷേ ഇവ രണ്ടും തമ്മിൽ ബന്ധമുണ്ടു താനും. ജീവിതത്തിന്റെ ആത്യന്തികമായ മൂല്യങ്ങളെ തേടിക്കൊണ്ട് നൈമിഷികമായ ജീവിത സുഖങ്ങൾ ഉപേക്ഷിച്ച് ബുദ്ധ സമൂഹത്തെ ശരണം പ്രാപിക്കുന്ന സന്യാസാർത്ഥിക്ക് വേണ്ടത് ധർമ്മമാണ്. ഭിക്ഷക്കാരൻ ചോദിക്കുമ്പോൾ ആവശ്യപ്പെടുന്നത് എന്താണ്? ഗൃഹനായകൻ തൻ്റെ മാനുഷിക ധർമ്മ പാലനത്തിന്റെ ഭാഗമായി, അതായത് ഒരു ധാർമ്മിക കൃത്യം എന്ന നിലയിൽ, കച്ചവട അടിസ്ഥാനത്തിലല്ല, സ്വാർത്ഥ ലക്ഷ്യത്തോടു കൂടിയല്ല, ദരിദ്രനെ ഭിക്ഷ നൽകി സഹായിക്കണമെന്ന് ഭിക്ഷക്കാരനോ ഗൃഹനാഥനോ ഈ ആശയങ്ങൾ വ്യക്തമായി ചിന്തിക്കുന്നില്ലായിരിക്കാം. പക്ഷേ ഈ പദപ്രയോഗത്തിന്റെ പുറകിലുള്ള ചിന്താധാര വ്യക്തമാണ്. ഈ പറഞ്ഞതിൽ നിന്ന് ധർമ്മം എന്ന പദത്തിന്റെ അടിസ്ഥാന ആശയത്തിലേക്ക് ചില സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. സ്വാർത്ഥ ലാഭത്തിനും നൈമിഷികമായ താല്പര്യങ്ങൾക്കും അതീതമായി, മൃഗങ്ങളുടേത് പോലെയുള്ള സ്വാഭാവിക പ്രവണതകൾക്ക് അതീതമായി തനതായ മൂല്യം ഉൾക്കൊള്ളുന്ന ഒരു ഗുണവിശേഷം ചില പ്രവൃത്തികളിലും വസ്തുതകളിലും മനുഷ്യൻ കണ്ടെത്തുന്നു. അവൻ്റെ ഭാവനാ സൃഷ്ടിയല്ലാത്ത, അവനുമീതെ ഉയർന്നു നിൽക്കുന്ന യാഥാർത്ഥ്യമായിട്ടാണ് അവൻ അത് കാണുന്നത്. അതിന് സ്വയം വിധേയനാവുമ്പോൾ അവൻ സ്വയം ഉപരിതലത്തിലേക്ക് ഉയരുന്നതായി അവന് അനുഭവപ്പെടുന്നു. ധർമ്മം ശരണം ഗച്ഛാമി, ഞാൻ ധർമ്മത്തെ ശരണം പ്രാപിക്കുന്നു, അതെനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ലക്ഷ്യമാകുന്നു. ഇങ്ങനെ അവൻ തേടുന്ന ജീവിതത്തിൻ്റെ ഉയർന്ന മൂല്യ സമാഹാരത്തെയാണ് മനുഷ്യർ ധർമ്മമെന്ന് വിളിക്കുന്നത്. ക്രിസ്തുയേശു ദൈവസൂനു പരിത്രാണക നമോ. ക്രിസ്തുയേശു ദൈവസൂനു പരിത്രാണക നമോ. നാലാം വായന ചോദ്യോത്തരം 24 നിന്ന്. പ്രോ ലൈഫ്, പ്രോ ചോയ്സ്. ചോദ്യം: ശരീരം വ്യക്തിയുടെ സ്വന്തമാണ്. ഒരു ശരീരഭാഗം ആ വ്യക്തിയുടെ ജീവനോ സുഖത്തിനോ ഭീഷണിയാണെന്നോ ആവശ്യമില്ലെന്നോ ആ വ്യക്തിക്ക് തോന്നിയാൽ അത് ഉപേക്ഷിക്കാമല്ലോ. അതുപോലെ സ്ത്രീയുടെ ശരീരത്തിൻ്റെ ഭാഗമായ ഭ്രൂണം അവൾക്ക് അഭിലഷണീയമല്ലെങ്കിൽ അത് നീക്കം ചെയ്യുന്നതിന് അവൾക്ക് അവകാശമുണ്ട്. പുതിയ ജീവൻ നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യുവാൻ ദമ്പതികൾക്ക് സ്വാതന്ത്ര്യമില്ലേ? അതാണല്ലോ പ്രോ ചോയ്സ് നിലപാട്. ഉത്തരം: 1. അവകാശം എവിടെ നിന്ന്? ഒന്നാമതായി ഒരു മറുചോദ്യം: ഒരാളുടെ ശരീരം ആ വ്യക്തിയുടെ സ്വന്തമാണെന്ന് ആര് പറഞ്ഞു? ലോകത്തിലെ മറ്റു ജീവികളുടെ ശരീരം അവയ്ക്ക് സ്വന്തമാണോ? എങ്കിൽ എന്തുകൊണ്ട് മനുഷ്യർ മറ്റു ജീവികളെ കൊന്ന് ഭക്ഷിക്കുന്നു? മനുഷ്യന് മാത്രമേ പൂർണ്ണ അർത്ഥത്തിൽ അവകാശങ്ങളുള്ളൂ. സെന്റ് പോൾ പറയുന്നു, എല്ലാം മനുഷ്യനു വേണ്ടിയും മനുഷ്യൻ ക്രിസ്തുവിന് വേണ്ടിയും ക്രിസ്തു ദൈവത്തിനു വേണ്ടിയും. അതായത് പ്രപഞ്ചത്തിലെ മറ്റെല്ലാ വസ്തുക്കളും ജീവികളും അവയ്ക്ക് വേണ്ടിയല്ല, പ്രപഞ്ചത്തിൻ്റെ മകുടമായ മനുഷ്യനു വേണ്ടിയാണ്. അതുകൊണ്ട് അവയ്ക്ക് സ്വന്തമായി അവകാശങ്ങളില്ല. രണ്ടാമത്തെ മറുചോദ്യം: സ്ത്രീക്ക് സ്വന്തം ശരീരത്തിന്മേൽ എന്നു മുതലാണ് അവകാശം ലഭിച്ചത്?
ജനനത്തോടു കൂടിയോ, 1-ാം വയസ്സിലോ, 15-ാം വയസ്സിലോ, 21-ാം വയസ്സിലോ, അതോ ജീവിതത്തിൻ്റെ ആദ്യ നിമിഷം മുതലോ? അങ്ങനെയെങ്കിൽ തൻ്റെ ഗർഭത്തിലുള്ള ശിശുവിനും അതേ അവകാശങ്ങളില്ലേ? ചുരുക്കത്തിൽ മനുഷ്യന് മനുഷ്യാവകാശങ്ങൾ ലഭിക്കുന്നത് മനുഷ്യനായതുകൊണ്ടാണ്, ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ടാണ്, മനുഷ്യൻ്റെ ഭാഗധേയം അവൻ്റെ തന്നെ കയ്യിലായതുകൊണ്ടാണ്, മനുഷ്യൻ സ്വതന്ത്രനായതുകൊണ്ടാണ്. മറ്റു വസ്തുക്കൾക്കും ജീവികൾക്കും സ്വാതന്ത്ര്യമില്ലാത്തതുകൊണ്ട് ഉത്തരവാദിത്തങ്ങളുമില്ല. മനുഷ്യൻ അങ്ങനെയല്ല. തൻ്റെ ജീവിത ലക്ഷ്യ ലബ്ധിക്ക് അവൻ ഉത്തരവാദിയാണ്. പക്ഷേ മനുഷ്യൻ ഏതു നിമിഷത്തിലാണ് മനുഷ്യനാകുന്നത്? ഒരു ഉത്തരമേ ഉള്ളൂ: ഭ്രൂണം ഉരുവാകുന്ന നിമിഷത്തിൽ. ഭ്രൂണം ആ നിമിഷം മുതൽ മനുഷ്യൻ്റെ പൂർണ്ണതയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു. മരണം വരെ ഭ്രൂണാവസ്ഥയിൽ, ഗർഭാവസ്ഥയിൽ, ശൈശവാവസ്ഥയിൽ, കൗമാരത്തിൽ, യുവത്വത്തിൽ, മധ്യവയസ്കതയിൽ, വാർദ്ധക്യത്തിൽ, മരണത്തിൻ്റെ മഹായാത്രയിൽ, ഏതവസ്ഥയിലും മനുഷ്യൻ ദൈവപുത്രനാണ്, പുത്രിയാണ്. 2. മനുഷ്യജീവൻ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നന്മയാണ്. 1000 താജ്മഹലിനേക്കാളും 7 സമുദ്രങ്ങളിലുള്ള എല്ലാ ജീവികളെക്കാളും വിലപ്പെട്ടതാണ്. സൂര്യചന്ദ്ര നക്ഷത്രങ്ങളെല്ലാം ഉൾപ്പെട്ട വിശ്വപ്രപഞ്ചവും ഭ്രൂണാവസ്ഥ മുതൽ മരണാസന്നമായതുവരെയുള്ള ഒരു മനുഷ്യജീവനോട് തുലനം ചെയ്യാനാവില്ല. കാരണം ദൈവത്തിന്റെ പുത്രനോ പുത്രിയോ ആണ് ആ ജീവൻ. ഈ മഹാത്ഭുതത്തിന്റെ നാഥൻ ദൈവം മാത്രമാണ്. ആ സൃഷ്ടികർമ്മത്തിൽ മാതാപിതാക്കൾ ദൈവത്തിന്റെ ഉപകരണങ്ങൾ മാത്രമാണ്. ഇത് വെറുമൊരു മതസങ്കല്പമായി തള്ളിക്കളയാനാവില്ല. ദൈവമുണ്ടെന്ന സത്യം അംഗീകരിച്ചാൽ പിന്നെ യുക്തിസഹമായി ഈ സത്യവും അംഗീകരിക്കാതെ നിവൃത്തിയില്ല. മനുഷ്യൻ ആരാണെന്ന ചോദ്യത്തിനുള്ള ഉത്തരത്തിന്റെ ഭാഗമാണ് പുരുഷനും സ്ത്രീയുമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന സത്യം. സ്ത്രീ പുരുഷ കൂട്ടായ്മയിലാണ് അവന്റെ ഉത്ഭവം എന്നത് അടിസ്ഥാന പ്രപഞ്ച വസ്തുതയാണ്. അത് നിഷേധിച്ചാൽ പിന്നെ ആ നിഷേധത്തിന്റെ പ്രത്യാഘാതങ്ങൾ തീർത്തും വിനാശകരങ്ങളാണ്. സ്ത്രീ പുരുഷ കൂട്ടായ്മ എന്ന പ്രകൃതി രഹസ്യത്തിന്റെ മനോഹരമായ ശാരീരിക ഭാഷ്യമാണ് ലൈംഗിക വേഴ്ച. അതിനെ വെറുമൊരു സുഖാസ്വാദനത്തിന്റെ ഉപാധിയും മൃഗീയ വികാരപൂരണവുമായി കാണുന്നതിന്റെ ദുരന്ത ഫലങ്ങൾ മനുഷ്യ സമൂഹത്തെ മതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണമായി, ശാസ്ത്രീയ കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിൽ മാത്രം 1 കോടി സ്ത്രീകൾ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നുണ്ടത്രേ. അതായത് 15-നും 45-നും ഇടയ്ക്ക് പ്രായമുള്ള ഇന്ത്യയിലെ 20 കോടി സ്ത്രീകളിൽ 5% വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന്. ആ ദുരവസ്ഥയുടെ ആഴത്തെക്കുറിച്ച് ആർക്ക് വിവരിക്കാനാകും? ലോകമെമ്പാടും സെക്സ് വർക്കേഴ്സ് എന്ന ഓമനപ്പേരിൽ അജ്ഞാതർക്ക് അടിമകളായി കഴിയുന്ന അവരുടെയും അവരുടെ കുടുംബങ്ങളുടെയും അവർ വഴി പ്രസരിക്കുന്ന എയ്ഡ്സ് രോഗബാധയുടെയും ദുരന്ത കഥകൾ അവർണ്ണനീയം തന്നെ. 3. മാരകമായ ലക്ഷ്യഭ്രംശം, മാരക തിന്മ. ഇതൊക്കെ പറഞ്ഞു വന്നതിൻ്റെ സാരം ഇതാണ്: ലൈംഗികതയെ അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് വേർപ്പെടുത്തിയാൽ സംഭവിക്കുന്ന വൈകൃതങ്ങളാണിവ. അതിൻ്റെ ഭയാനകമായ മറ്റൊരു വശമാണ് ലൈംഗികതയുടെ ഉത്തരവാദിത്വം ഒഴിഞ്ഞുമാറുവാൻ വേണ്ടി വർഷം തോറും കോടിക്കണക്കിന് ദമ്പതികൾ ഭ്രൂണഹത്യയ്ക്ക് ഒരുമ്പെടുന്നു എന്ന ഭയാനകമായ അവസ്ഥ. ഏത് തിന്മ ചെയ്യാനും ഒരു ന്യായം കണ്ടെത്താൻ മനുഷ്യൻ ശ്രമിക്കും. ക്രിസ്തുവിനെ കുരിശിലേറ്റാനും അന്നത്തെ അധികാരികൾ ഒരു ന്യായം കണ്ടെത്തി. INRI, യഹൂദന്മാരുടെ രാജാവായ നസ്രായേൽ ഈശോ എന്ന് കുരിശിനു മുകളിൽ അവർ എഴുതി വെച്ചത് അതുകൊണ്ടാണ്. അതുപോലെ സ്വയം പ്രതിരോധിക്കാൻ കഴിവില്ലാത്ത ഭ്രൂണാവസ്ഥയിലുള്ള മനുഷ്യജീവനെ നശിപ്പിക്കുവാൻ ചില ന്യായങ്ങൾ ഇന്നത്തെ മനുഷ്യരും കണ്ടെത്തുന്നുണ്ട്. സാഹചര്യങ്ങളും മുൻവിധികളും പ്രശ്നങ്ങളെ രൂക്ഷമാക്കുന്നുവെന്നത് മറക്കുകയല്ല. പക്ഷേ സത്യത്തെ മുഖാമുഖം നേരിടാതെ തരമില്ലല്ലോ. പ്രശ്നങ്ങൾ ജീവിതത്തിലേറെയാണ്. പക്ഷേ
തെറ്റായ കുറുക്കുവഴികൾ തേടരുതല്ലോ. നേരായ പരിഹാര മാർഗങ്ങൾ സന്മനസ്സുള്ളവർക്ക് കണ്ടെത്താനാവും. എല്ലാ പ്രശ്നങ്ങൾക്കും തനതായ പരിഹാര മാർഗങ്ങളും ഉണ്ട്. വിലപ്പെട്ട എന്തിനും വില കൊടുക്കണമെന്ന സത്യം മറക്കരുത്. വിവാഹ ധാർമ്മികത പാലിക്കുവാൻ അതിൻ്റേതായ വില കൊടുക്കണം. മറ്റേതു ധാർമ്മിക കൽപ്പന പാലിക്കാനും അത് അത്യാവശ്യമാണല്ലോ. ഇതാണ് സഭയുടെ പ്രോലൈഫ് നിലപാട്. തത്സംബന്ധമായി കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ച് CCCയിലെ 2 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. മനഃപൂർവ്വം നടത്തുന്ന ഗർഭഛിദ്രം ധാർമ്മിക തിന്മയാണെന്ന് സഭ ആദ്യ നൂറ്റാണ്ടു മുതൽ ഉറപ്പിച്ചു പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഈ പ്രബോധനത്തിനു മാറ്റം വന്നിട്ടില്ല, മാറ്റമില്ലാത്തതായി നിലനിൽക്കുകയും ചെയ്യുന്നു. പ്രത്യക്ഷമായ ഗർഭഛിദ്രം, അതായത് ലക്ഷ്യമായോ മാർഗമായോ തീരുമാനിക്കപ്പെടുന്ന ഗർഭഛിദ്രം, ഗൗരവപൂർണമാം വിധം ധാർമ്മിക നിയമത്തിനെതിരാണ്. നിരപരാധിയായ ഓരോ മനുഷ്യന്റെയും ജീവനു വേണ്ടിയുള്ള അന്യാധീനപ്പെടുത്താനാവാത്ത അവകാശം രാഷ്ട്ര സമൂഹത്തിൻ്റെയും അതിൻ്റെ നിയമനിർമ്മാണത്തിൻ്റെയും അടിസ്ഥാന ഘടകമാണ്. ക്രിസ്തുയേശു ദൈവസൂനു പരിത്രാണക നമോ. ക്രിസ്തു